നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ തേടുന്ന ഭീകരർ, ഇന്ത്യക്കെതിരായിട്ടുള്ള ചാരപ്രവർത്തി ചെയ്തിട്ടുള്ളവർ, ഇന്ത്യയെ തകർക്കാനായി ആസൂത്രണം നടത്തിയിട്ടുള്ളവർ, ഇവരൊക്കെ തന്നെ ഈ അടുത്ത കുറച്ചു കാലമായി അജ്ഞാതരൊക്കെ ഓടി നടന്ന് വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ വന്ന് ഇന്ത്യൻ സേനയുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും ജോലി ഈ പറയുന്ന അജ്ഞാതർ ഏറ്റെടുത്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ഭീകരരെ കൃത്യമായി കണ്ടെത്തി അജ്ഞാതർ കൃത്യസമയത്ത് വകവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് ഭീകരർക്ക് ഒരു പേടി ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരൊന്നും തന്നെ സുരക്ഷിതരല്ല എന്നുള്ളത്. കാരണം അജ്ഞാത സംഘം, തോക്കുധാരികളായ സംഘം ആർക്കും തന്നെ പിടികൊടുക്കാതെ ഇവരെ കൃത്യമായി വകവരുത്തി പോരുന്നുണ്ട്. ഇതുവരെയും അവരെ ഒന്നും തന്നെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുന്ന എല്ലാ ഭീകരരെയും, ഭീകരപ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നവരെയും മടയിൽ തന്നെ കയറി അടിക്കാൻ യാതൊരുവിധ ഭയവുമില്ല എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഇത്. മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ യാദവിനെ ഇറാനിൽ നിന്നും തട്ടിക്കൊണ്ടു പോകാൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയെ സഹായിച്ച സംഭവം ഒരുവിധം ഇന്ത്യക്കാരും മറന്നു കാണില്ല. എന്നാൽ അന്ന് ISIയെ സഹായിച്ചു എന്ന ആരോപണം ഉന്നയിച്ച പാകിസ്ഥാൻ മതപണ്ഡിതനുണ്ടായിരുന്നു, മുഫ്തി ഷാ മിർ. എന്നാൽ ഇന്ന് മുഫ്തി ഷാ മിർ വെടിയേറ്റു മരിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതരായ തോക്കുധാരികളാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ഇത്തരത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ തേടുന്ന പല ഭീകരരും പല മേഖലകളിലായി അജ്ഞാതരാൽ വെടിയേറ്റും അല്ലാതെയുമൊക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത്രയും കാലങ്ങളായിട്ടും അജ്ഞാതരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വലിയ ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് പാകിസ്ഥാനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം പതിവ് പ്രാർത്ഥനയ്ക്ക് ശേഷം മസ്ജിദിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു മുഫ്തി മിർ. ഈ സാഹചര്യത്തിലാണ് ഒരജ്ഞാത സംഘമെത്തി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ബലൂചിസ്ഥാനിലെ കെച്ചിൽ സ്ഥിതി ചെയ്യുന്ന ടർബത്ത് ടൗണിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഗുരുതരമായി പരിക്ക് സംഭവിച്ച ഇയാളെ വളരെ വേഗത്തിൽ ടർബത്തിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി സാധിച്ചില്ല. ഒടുവിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ബൈക്കിലെത്തിയ ഒരു സംഘം ആളുകളാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥനായിട്ടുള്ള കുൽഭൂഷൺ ജാദവിനെ ഇറാനിലെ ജബാർ തുറമുഖത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാന് കൈമാറി പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന നിലയിലും ഏറെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഭീകരവാദിയായി കൂടിയാണ് ഇന്ത്യ മുഫ്തി ഷാ മിറിനെ നോക്കിക്കാണുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള JUF വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. പണ്ഡിതൻ എന്നതിൻ്റെ പേരിൽ, ഇതിൻ്റെ മറവിൽ ഇയാൾ ആയുധക്കടത്തും മനുഷ്യക്കടത്തുമൊക്കെയായി നടത്തിപ്പോന്നിരുന്നു. അതിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ISIയുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. അനധികൃത മനുഷ്യ ലഹരിക്കടത്തടക്കം ഒട്ടനവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും മുഫ്തി ഷാ മിർ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് വേണ്ടി ഒട്ടനവധി കാലം പ്രവർത്തിച്ച ഇയാൾ ISIയുടെ നിർദ്ദേശമനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് അടക്കം തന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നു. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾക്ക്, അതല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ എത്തിക്കുന്നതിൽ മുഫ്തി ഷാ മിറിന് വലിയ പങ്കുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുഫ്തി ഷായുടെ പാർട്ടിയിലെ 2 പേർ കഴിഞ്ഞയാഴ്ച സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രവിശ്യയിൽ നിരന്തരമായി സംഘടനകളും സംഘർഷങ്ങളും വെടിയുതിർക്കുന്ന വിഷയങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന റിപ്പോർട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, സാധാരണ പൗരന്മാർ തുടങ്ങിയ ഒട്ടനവധി ആളുകളെ ഈ മേഖലയിൽ നിന്നും ഇങ്ങനെ കാണാതായിട്ടുമുണ്ട്. ഈ വർഷം 18 സുരക്ഷാ ജീവനക്കാരും 23 തീവ്രവാദികളുമാണ് ഇവിടെ നടന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ചാരനെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ സൈനിക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച കുൽഭൂഷൺ യാദവിന്റെ വധശിക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് സ്റ്റേ ചെയ്തത്. ഇന്ത്യയുടെ അപ്പീൽ പരിഗണിച്ചായിരുന്നു അന്ന് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. കുൽഭൂഷൺ സുധീർ യാദവ് റോ ഏജന്റാണെന്നാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം. 2016 മാർച്ച് 3 ബലൂചിസ്ഥാനിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കുൽഭൂഷണെ പാകിസ്ഥാനെതിരെ ചാരവൃത്തി നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്നതിന്റെ ശിക്ഷ കൽപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ തുറങ്കിലടച്ചിരുന്നു. അതിനുശേഷമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥനായിരുന്ന കുൽഭൂഷൺ ജാദവിനെ ചാരപ്രവർത്തനം ആരോപിച്ചാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ വെച്ച് അന്ന് അറസ്റ്റ് ചെയ്തത്. 2016 മാർച്ച് 3 അറസ്റ്റ് നടത്തിയത്. അതിനുള്ള കാരണവും ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ചാര ഏജന്റാണ് എന്നുള്ള ആരോപണം പാകിസ്ഥാൻ ഉയർത്തിയതിനെ തുടർന്നായിരുന്നു. ശേഷം 2017 ഏപ്രിൽ 10 കുൽഭൂഷൺ ജാദവിന് വധശിക്ഷയാണ് വിധിച്ചത്. രാജ്യാന്തര കുറ്റവാളികളെ
അറസ്റ്റ് ചെയ്യുന്നതും കൈമാറുന്നതും സംബന്ധിച്ച് അന്താരാഷ്ട്ര കരാറായിട്ടുള്ള വിയന്ന കരാറിന് വിരുദ്ധമായിട്ടുള്ള നീക്കമായിരുന്നു അന്ന് പാകിസ്ഥാൻ നടത്തിയത്. വ്യാപകമായി തന്നെ ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, നാവികസേനയിൽ നിന്നും വിരമിച്ച് ഇറാനിലെ ചമ്പഹാറിൽ ഒരു ബിസിനസ് നടത്തിയതിൻ്റെ പേരിലായിരുന്നു. വളരെ രഹസ്യമായി ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം കണ്ടെത്തി ഇയാളെ കുടുക്കാനുള്ളൊരു ശ്രമം തന്നെയായിരുന്നു അവിടെ നടത്തിയത്. മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ നിന്നും അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ചാര സംഘടനയ്ക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയത് മിർ തന്നെയായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2017 വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ ജാദവിന് കോൺസുലാർ പ്രവേശനം നിഷേധിച്ചതും സൈനിക കോടതി വിധിച്ച വധശിക്ഷ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുകയും അതിൽ അനുകൂലമായ വിധി സമ്പാദിക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നു മുതൽ തന്നെ ഇന്ത്യയെ ചതിച്ച മിറിൻ്റെ നീക്കങ്ങൾ അതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മറ്റു ചിലർ. അതാണ് ഏറ്റവും ഒടുവിൽ പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് തീർത്തിരിക്കുന്നത്. അനധികൃത മനുഷ്യക്കടത്ത്, ലഹരിക്കടത്ത് ഇതടക്കമുള്ള നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു മുഫ്തി ഷാമിർ എന്ന് വേണം മനസ്സിലാക്കാൻ. പാക് ചാര സംഘടനയ്ക്ക് വേണ്ടി ദീർഘകാലമാണ് ഇയാൾ പ്രവർത്തിച്ചത്. ISIയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും തന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നു. ഇന്ത്യയിലേക്ക് ഒട്ടനവധി തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ആഭ്യന്തര യുദ്ധ സമാനമായ സാഹചര്യമാണ് ബലൂചിസ്ഥാനിൽ ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും നന്നായി ആരെയും കൊലപ്പെടുത്താൻ കഴിയുന്നത് എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ ഭീകരർക്കിടയിൽ പോലും ഉണ്ടായി വരുന്നുണ്ട്. ഭീകരവിരുദ്ധ നേതാക്കൾക്കിടയിലും അങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധി തന്നെയാണ്. ഈ വർഷം ഇതുവരെ പലവിധ ആക്രമണങ്ങളിലായി 2 മാസത്തിനിടയിൽ 18ഓളം സുരക്ഷാ സൈനികരും 23ഓളം അവരുടെ പോരാളികളും കൊല്ലപ്പെട്ടു എന്ന കണക്കടക്കം അവർ പുറത്തു വിടുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഇത്തരത്തിൽ അജ്ഞാതർ ലോകത്തിൻ്റെ പല കോണുകളിൽ നടത്തുന്ന ഈ ആക്രമണത്തിൽ അത് തുമ്പൊന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഏവർക്കും കാണാൻ സാധിക്കുന്നതാണ്. സമാനമായൊരു വിഷയമായി തന്നെ ഇതിനെയും നോക്കിക്കാണുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.